നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. വേൾഡ് കപ്പിന്റെ രണ്ടാം റൗണ്ടിലും വളരെ മികച്ച ഗെയിമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നോർവേൻ ഗ്രാൻഡ് മാസ്റ്റർ ആര്യൻ താരിയും ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ പ്രണവ് വെങ്കടേഷും തമ്മിൽ നടന്ന ഗെയിമാണ് ആദ്യം കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിമിൽ ആര്യൻ വൈറ്റ് സൈഡും പ്രണവ് ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. റെഡ് ഓപ്പണിംഗ് ആണ്. ബ്ലാക്കും നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് G3 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് D5 മൂവ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ G2ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസിലിങ്ങിന് റെഡിയാകുന്നു. ബ്ലാക്ക് E6 മൂവിന് ശേഷം കിങ്സിലേക്ക് കാസിൽ ചെയ്യുന്നു. ഗെയിം ഇപ്പോൾ കിങ്സ് ഇന്ത്യൻ അറ്റാക്കിന്റെ യൂഗോസ്ലാവ് വേരിയേഷനിലേക്ക് മാറിയിരിക്കുകയാണ്. ഇവിടെ ബ്ലാക്കും ബിഷപ്പിനെ E7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. വൈറ്റ് C4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോണോട്ടാണെങ്കിൽ ക്വീന് വെച്ച് ഇങ്ങനെ ഒരു ചെക്ക് കൊടുത്തുകൊണ്ട് ആ പോണിനെ തിരിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം കിങ്സിലേക്ക് കാസിൽ ചെയ്യുന്നു. വൈറ്റ് D3 മൂവ് കൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം ബിഷപ്പിന്റെ ഡയഗണലും ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് അടുത്ത നൈറ്റിനെ കൂടെ C6ലേക്ക് ഡെവലപ്പ് ചെയ്ത ശേഷം വൈറ്റ് ആ എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. പോൺ വെച്ച് പോണോട്ടുന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചിട്ടുന്നു. വൈറ്റ് അടുത്ത ബിഷപ്പിനെ കൂടെ ഫിംഗർ ടച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം A3 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് A5 മൂവ് ചെയ്ത ശേഷം ബിഷപ്പിനെ B2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ വൈറ്റിന് ഇനി ഒരു നൈറ്റ് കൂടെ ഡെവലപ്പ് ആവാനുള്ളൂ. ബ്ലാക്ക് റൂക്കിനെ E8ലേക്ക് കൊണ്ടുവന്ന ശേഷം വൈറ്റ് ആ നൈറ്റിനെ കൂടെ C3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്കും അവസാനത്തെ പീസിനെ ഡെവലപ്പ് ചെയ്യാണ്. ബിഷപ്പിനെ G4ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് വേഗം ആ ബിഷപ്പിനോട് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് H3 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പിനെ തിരിച്ചുകൊണ്ടുപോകുന്നില്ല. ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനെ വിട്ടുന്നു. വൈറ്റ് ബിഷപ്പ് വെച്ച് തിരിച്ചുവിട്ടുന്നു. ബ്ലാക്ക് നൈറ്റിനെ E5ലേക്ക് കൊണ്ടുവന്ന് ആ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ബിഷപ്പിനെ G2ലേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം D4 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് നൈറ്റിനെ B5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ B5ലേക്ക് കൊണ്ടുവന്ന് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. വൈറ്റ് റൂക്കിനെ C1ലേക്ക് കൊണ്ടുവന്ന് ആ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഈ ഡയഗണലിലേക്ക് ബിഷപ്പിന് കൺട്രോൾ ഉള്ളതുകൊണ്ട് ബ്ലാക്കിന് പോൺ വെച്ച് ആ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ് B6ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റ് വളരെയധികം ശ്രദ്ധിക്കണം. അതായത് ഇവിടെ എപ്പോഴും ഈ ഡയഗണൽ ഓപ്പൺ ആണ്. വൈറ്റിന് വേണമെങ്കിൽ ബിഷപ്പ് വെച്ച് ആ പോണിനെ എടുത്തുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കാം. ഇങ്ങനെ ഒരു അറ്റാക്ക് വരികയാണെങ്കിൽ ബ്ലാക്കിന് ഇവിടെ നല്ലൊരു ട്രാപ്പിനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ആ റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റേണ്ട ആവശ്യമില്ല. പകരം ക്വീനിനെ D7ലേക്ക് കൊണ്ടുവന്ന് ആ നൈറ്റിനെ തിരിച്ചറ്റാക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നൈറ്റിനോ ബിഷപ്പിനോ പകരം റൂക്ക് കിട്ടുമെന്ന് കരുതി ബിഷപ്പ് വെച്ച് റൂക്കിന് കിട്ടുന്നെങ്കിലാണ് ആ ട്രാപ്പ് സക്സസ് ആവുന്നത്. ഇവിടെ ഇപ്പോൾ നൈറ്റിനെ എടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം ബിഷപ്പിനെ ഒട്ടിയെടുക്കാം. ഇപ്പോഴും നൈറ്റ് അറ്റാക്കിലാണ്. ഇവിടെ ഇപ്പോൾ വൈറ്റ് നൈറ്റിനെ അറ്റാക്കിൽ നിന്നും എവിടെയെങ്കിലും മാറ്റുകയോ അല്ലെങ്കിൽ പോൺ വെച്ച് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിന് വലിയൊരു അറ്റാക്കിലേക്ക് പോവാം. നേരത്തെ ക്വീൻ ഇടുന്നപ്പോൾ ഇവിടെ നൈറ്റിനെ മാത്രമല്ല ടാർഗറ്റ് ചെയ്യുന്നത്, ഈ H3 സ്കോറിലേക്കും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്വീന് വെച്ച് ആ പോൺ ഇട്ടെടുക്കുക. ഇതോടെ വൈറ്റിന്റെ കിങ് ട്രാപ്പിലായിരിക്കുകയാണ്. ആ കിങ്ങിന് ഇപ്പോൾ മൂവ് ചെയ്യാൻ ഒരു സ്കോറും ഇല്ല. ഇനി ബ്ലാക്കിന്റെ നൈറ്റ് G4ലേക്ക് വരുന്നതോടെ ഇവിടെ വളരെ വേഗം ഒരു ചെക്ക്മേറ്റിന് സാധ്യതയുണ്ട്. അങ്ങനെ നൈറ്റ് G4ലേക്ക് വരുന്നത് തടയുന്നതിനായിട്ട് F3 മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ G3യിലെ പോണിന് സപ്പോർട്ട് ഇല്ലാതാകും. അതുകൊണ്ട് തന്നെ ക്യൂബിനെ വെച്ച് പോയിന്റ് എടുത്തിട്ട് ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ H1ലേക്ക് തന്നെ മാറേണ്ടി വരും. ആ സമയത്ത് നൈറ്റിനെ G4ലേക്ക് കൊണ്ടുവരാം. ഇനി ഇവിടെ അടുത്ത ഒരു മൂവിൽ ചെക്ക്മേറ്റ് ആണ്. ഇവിടെ ഇപ്പോൾ പോൺ വെച്ച് നൈറ്റിനോട്ടായാലും അടുത്ത നൈറ്റ് അതേ സ്കോറിലേക്ക് തന്നെ വരും. ഇവിടെ ഇനി എന്തിന്റെ മൂവ് ചെയ്താലും അടുത്ത മൂവിൽ ചെക്ക്മേറ്റ് ആവും. ഇപ്പോൾ റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും നൈറ്റ് വെച്ച് ആ റൂക്കിനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആണ്. ഇങ്ങനെ ഏത് വേരിയേഷൻ നോക്കിയാലും വൈറ്റിന് ചെക്ക്മേറ്റിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇവിടെ ബിഷപ്പിനെതിരെ അറ്റാക്ക് വന്നപ്പോൾ ബ്ലാക്ക് ബിഷപ്പിനെ B6ലേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരു ഫ്രീ പോൺ ഉണ്ടെങ്കിലും വൈറ്റ് അതിലേക്ക് പോകുന്നില്ല. ആദ്യം ഈ നൈറ്റിനോടൊന്ന് മാറ്റുകയാണ്. നൈറ്റിനെ A3ലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ നൈറ്റ് സേഫ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വേണമെങ്കിൽ വൈറ്റിനെ ഈ B7ലെ പോൺ എടുത്തുകൊണ്ട് റൂക്കിനെ അറ്റാക്ക് ചെയ്യാം. ആ സമയത്ത് നേരത്തെ കണ്ടപോലെ ക്വീൻ D7ലേക്ക് ഒന്ന് അറ്റാക്ക് വന്നാലും നൈറ്റ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ഡബിൾ അറ്റാക്ക് അല്ല. വൈറ്റിന് കിങ് വെച്ച് തന്നെ പോണിനെ സപ്പോർട്ട് ചെയ്യുന്ന അവസരം കിട്ടും. അതുകൊണ്ട് ബ്ലാക്ക് ഈ അറ്റാക്ക് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് C6 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിന്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു. വൈറ്റ് വേഗം നൈറ്റിനെ C4ലേക്ക് തന്നെ തിരിച്ചുകൊണ്ടുവന്ന് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ C7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റും നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. പകരം ക്വീനെ D3ലേക്ക് കൊണ്ടുവന്ന് ഈ ഡയഗണലിലേക്കൂടെ ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ബ്ലാക്ക് ക്വീനെ D7ലേക്ക് ഡെവലപ്പ് ചെയ്ത ശേഷം B4 മൂവ് കൊണ്ട് E5ലെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ആ പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. A4 മൂവ് കൊണ്ട് അത് ഡിക്ലൈൻ ചെയ്യുന്നു.
ഈ സമയത്ത് വൈറ്റ് നൈറ്റായിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ആണ്. നൈറ്റ് പോയി നൈറ്റിനോട്ട് വന്നു, ബ്ലാക്ക് ബിഷപ്പ് വെച്ച് തിരിച്ചു കിട്ടുന്നു. വൈറ്റ് വേഗം റൂക്കിനെ C4ലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് A3 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ബിഷപ്പിനെ അറ്റാക്ക് നിന്നും A1ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ D5ലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ ഈ നൈറ്റ് D5ലേക്ക് വന്നതോടെ ക്വീന് വെച്ച് പോൺ കൊണ്ടിരുന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വേണമെങ്കിൽ ബിഷപ്പ് വെച്ച് ആ പോൺ ഇട്ട് എടുക്കാം. എന്നാൽ വൈറ്റ് ഇപ്പോൾ അങ്ങനെ ഒരു അറ്റാക്കിലേക്ക് പോകുന്നില്ല. പകരം നേരത്തെ പ്ലാൻ ചെയ്ത പോലെ തന്നെ അടുത്ത റൂക്കിനെ കൂടെ C1ലേക്ക് കൊണ്ടുവന്ന് റൂക്കുകളെ ഡബിൾ ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ C7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ ക്വീൻ്റെ സപ്പോർട്ട് കൊടുക്കുന്നു. വൈറ്റ് H4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് അടുത്ത റൂക്കിനെ കൂടെ സെന്ററിലേക്ക് കൊണ്ടുവരികയാണ്. റൂക്കിനെ D8ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റ് ക്വീനെ E1ലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. ബ്ലാക്ക് F5 മൂവ് ചെയ്ത ശേഷം ബിഷപ്പിനെ F3ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ആദ്യം ക്വീനെ E7ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് H5 മൂവ് ചെയ്ത ശേഷം ക്വീനെ വീണ്ടും D6ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് കിങ്ങിനെ G2ലേക്ക് കൊണ്ടുവന്ന് അപ്പോൾ ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ബ്ലാക്ക് റൂക്കിനെ E7ലേക്ക് കൊണ്ടുവരുന്നു. രണ്ടുപേരും വളരെ സ്ലോ ആയിട്ട് പൊസിഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ A3യിലെ പോണിന് ഒരു അറ്റാക്കാണ്. ബ്ലാക്ക് നൈറ്റിനെ B5ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് റൂക്കിനെ C5ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിന്റെ 2 പീസുകൾക്കെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ക്വീനെ F6ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റിന്റെ ഭാഗത്തു നിന്നും ഒരു ബ്രില്യന്റ് മൂവരാണ്. റൂക്ക് വെച്ച് നൈറ്റിനോട്ട് എടുത്തുകൊണ്ട് ആ റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. അതൊരു എക്സ്ചേഞ്ച് സാക്രിഫൈസ് ആണ്. ബ്ലാക്ക് പോൺ വെച്ച് റൂക്കിനെ ഇട്ടുന്നു. അതിനുശേഷം വൈറ്റ് ക്വീന് വെച്ച് A3യിലെ പോണിനെ ഇട്ടെടുക്കുന്നു. ഇവിടെ ബ്ലാക്ക് വൈറ്റിന്റെ അടുത്ത ബിഷപ്പിനെ ടാർഗറ്റ് ചെയ്യാണ്. അതിനായിട്ട് G5 മൂവ് ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ G4 മൂവ് ചെയ്യുന്നതോടെ ആ ബിഷപ്പ് ട്രാപ്പിലാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈറ്റ് എൻ പാസിലൂടെ ആ പോണിനെ ഇട്ടെടുക്കുന്നു. ബ്ലാക്ക് ക്വീന് വെച്ച് തിരിച്ചിട്ടുന്നു. ഇതോടെ ഈ H5 പകുതി ഓപ്പൺ ആയിട്ടുണ്ട്. വൈറ്റ് വേഗം റൂക്കിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് അടുത്ത റൂക്കിനെ കൂടെ G7ലേക്ക് കൊണ്ടുവരുന്നു. ഇതോടെ ഇപ്പോൾ ഈ G3 സ്കോറിലേക്ക് 3 പീസുകളുടെ അറ്റാക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വൈറ്റ് വേഗം ക്വീനെ തിരിച്ചുകൊണ്ടുവരികയാണ്. ക്വീനെ C1ലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് ഇപ്പോൾ ഈ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു അറ്റാക്കിന് ശ്രമിച്ചാലും അത് സക്സസ് ആവില്ല. ഇവിടെ ബ്ലാക്ക് മറ്റൊരു അറ്റാക്ക് പ്ലാൻ ചെയ്യാണ്. അതിനായിട്ടുള്ള ആദ്യം ക്വീനെ E6ലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ A2യിലെ പോകുന്ന ഒരു അറ്റാക്കാണ്. എന്നാൽ ഇവിടെ ബ്ലാക്കിന്റെ ശരിക്കുള്ള പ്ലാൻ എന്താണെന്ന് വൈറ്റിന് വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ക്വീനെ C5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് B5യിലെ പോണിനെയും ബ്ലാക്കിന്റെ ബിഷപ്പിനെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ഈ ക്വീൻ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മാറുകയാണെങ്കിൽ ക്വീൻ വെച്ച് ആ ബിഷപ്പിനെ എടുക്കുക. എന്നാൽ ഇവിടെ ബ്ലാക്കിന്റെ ടാർഗറ്റ് ഈ A2യിലെ പോണല്ല. ബ്ലാക്ക് പ്ലാൻ ചെയ്ത അറ്റാക്കിലേക്ക് പോവുകയാണ്. അടുത്തായിട്ട് F4 മൂവ് ചെയ്തുകൊണ്ട് ഈ G3യിലെ പോണിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊടുക്കുന്നു. വൈറ്റിനാണെങ്കിൽ റൂക്കിനെ H5ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു കൗണ്ടർ അറ്റാക്കിനുള്ള സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ റൂക്ക് വെച്ച് അങ്ങനെ ഒരു അറ്റാക്കിന് ശ്രമിക്കുന്നില്ല. പകരം G4 മൂവ് കൊണ്ട് ആ പോണിനെ അറ്റാക്കിൽ നിന്നും ഒഴിവാക്കുന്നു. ഈ ഒരു അവസരത്തിന് വേണ്ടിയാണ് ബ്ലാക്ക് വെയിറ്റ് ചെയ്തത്. ബ്ലാക്ക് ഇവിടെ ഓപ്പൺ സൈഡിലേക്കുള്ള കൺട്രോൾ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ്. റൂക്കിനെ C8ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിന്റെ ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റിനിപ്പോൾ ഈ ക്വീനെ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് തിരിച്ചൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. റൂക്കിനെ H6ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിന്റെ ക്വീനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. ഈ റൂക്കിന് ഇപ്പോൾ യാതൊരു സപ്പോർട്ടും ഇല്ല. ബ്ലാക്ക് ക്വീനെ വെച്ച് റൂക്കിന് ഇട്ടാണെങ്കിൽ വൈറ്റിനും ബ്ലാക്കിന്റെ റൂക്കിനെ എടുക്കാം. എന്നാൽ ഇവിടെ ബ്ലാക്കിന്റെ ഭാഗത്തു നിന്നും ഒരു ബ്രില്യന്റ് മൂവരാണ്. ആ മൂവ് എന്നതോടെ വൈറ്റ് തോൽവി സമ്മതിക്കുകയായിരുന്നു. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ബ്ലാക്കിന്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ബ്ലാക്ക് അടുത്തൊരു സാക്രിഫൈസിലേക്ക് പോവുകയാണ്. റൂക്ക് വെച്ച് G4ലെ പോണിയോട്ട് ചെക്ക് കൊടുത്തുകൊണ്ട് ആ റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ വെച്ച് ഒരു ചെക്കോട് കൂടി ആ ബിഷപ്പിനെ എടുക്കാം. ഇതോടെ ക്വീൻ അറ്റാക്കിൽ നിന്നും മാറും. വൈറ്റ് ഇപ്പോൾ ഈ ചെക്കിൽ നിന്നും കിങ്ങിനെ എങ്ങോട്ട് തന്നെ മാറ്റിയാലും ബ്ലാക്കിനെ ഈ ക്വീനെ എടുക്കാം. അല്ലാതെ ആദ്യം തന്നെ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാതെ കിങ്ങിനെ ചെക്കിൽ നിന്നും ഇങ്ങോട്ടെവിടേക്കെങ്കിലും മാറ്റുകയാണെങ്കിൽ ക്വീൻ വെച്ച് റൂക്കിനോട്ട് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. കിങ്ങിനെ H3യിലേക്ക് മാറ്റിയാലും റൂക്കിനെ G3യിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ഡബിൾ ചെക്കിനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ അപ്പോൾ F1ലേക്ക് മൂവ് ചെയ്താലും ബ്ലാക്കിന് റൂക്ക് വെച്ച് ഈ ക്വീനെ എടുക്കാം. ഇപ്പൊ എന്തായാലും വൈറ്റിന് ബ്ലാക്കിന്റെ ക്വീനെ തിരിച്ചിട്ടാൻ പറ്റില്ല. കാരണം റൂക്ക് C1ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആകും. ആദ്യം ബ്ലാക്ക് റൂക്ക് വെച്ച് ക്വീനെതിരെ അറ്റാക്ക് കൊടുത്തപ്പോൾ റൂക്ക് വെച്ച് ബ്ലാക്കിന്റെ ക്വീനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നതിന് പകരം ആദ്യം തന്നെ ക്വീനെ അറ്റാക്കിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറ്റിയാലും ഏകദേശം ഇതേ മുകളിൽ തന്നെയാണ്. റൂക്ക് വെച്ച് G4ൽ കൊണ്ടിട്ടുകൊണ്ട് ചെക്ക് വരും. അത് അക്സെപ്റ്റ് ചെയ്യാതെ ഇങ്ങോട്ടെങ്കിലും മാറുകയാണെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആകും. അല്ലാതെ അത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ക്വീൻ വെച്ച് ബിഷപ്പിനോട്ട് വീണ്ടും ചെക്ക് വരും. അപ്പോഴും F1ലേക്ക് മാറുകയാണെങ്കിൽ റൂക്ക് വെച്ച് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആണ്. അല്ലാതെ H2ലേക്ക് മാത്രമേ മാറാൻ പറ്റുള്ളൂ. അങ്ങോട്ടേക്ക് മാറുകയാണെങ്കിൽ ക്വീൻ H4ലേക്ക് ഒന്ന് ചെക്ക് വരും.
അപ്പോൾ G1ലേക്കോ G2ലേക്കോ മാറേണ്ടി വരും. എങ്ങോട്ട് തന്നെ മാറിയാലും റൂക്ക് G8ലേക്കൊന്ന് ചെക്ക് വരും. ഇപ്പോൾ F1ലേക്ക് മാത്രമേ മാറാൻ പറ്റുള്ളൂ. ആ സമയത്ത് ക്വീൻ വെച്ച് റൂക്കിനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആകും. G1ലേക്ക് മൂവ് ചെയ്യുന്നതിന് പകരം G2ലേക്ക് മൂവ് ചെയ്താലും സെയിം മൂവ് തന്നെയാണ്. ആദ്യം റൂക്ക് G8ലേക്ക് ഒന്ന് ചെക്ക് വരും. അപ്പോഴും ഈ 2 സ്കോറിലേക്ക് എവിടെയെങ്കിലും മാറാൻ പറ്റുള്ളൂ. ഇപ്പോൾ F3ലേക്ക് മാറിയാലും ക്വീൻ വെച്ച് റൂക്കിനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആകും.